മഹാരാഷ്ട്രയും പിന്നെ അസമില് ഒരു വിഷയം ഇങ്ങനെ കേട്ടു. അസമിലെ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു അല്ലെ? അസമിലും വലിയ പ്രതിഷേധമുണ്ടെന്ന് കേൾക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതെ, അസമിലും ഇപ്പൊ സൂചിപ്പിച്ചിരുന്നു. അത് അസമിലും സമാനമായ രീതിയിലുള്ള സംഭവം. അതായത് 10ാം ക്ലാസ്സുകാരിയാണ് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗത്തിനിരയായത്. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ആ കുട്ടി. 3 പേർ മോട്ടോർ സൈക്കിളിൽ എത്തിക്കൊണ്ട് അവരെ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയും കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്തിരുന്നു. അതിൽ വലിയ പ്രതിഷേധം അസമിൽ നടക്കുന്നു. അസമിലെ നാഗാവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇന്നലെ കടകൾ അടക്കം അടച്ചുകൊണ്ട് വലിയ പ്രതിഷേധവുമായ ആളുകൾ തെരുവിലിറങ്ങി. ഏതായാലും നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരും അവിടെയും. അപ്പോൾ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും. ആർ രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ 3 വാർത്തകളാണ് പ്രധാനമായും നാഷണൽ നൽകാനുള്ളത് അല്ലെ? ദേശീയ തലത്തിൽ മറ്റ് സംഭവവികാസങ്ങളൊക്കെ ഈ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളൊക്കെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി നാട്ടിലില്ലാന്ന് തോന്നുന്നില്ല, അമേരിക്കൻ പര്യടനത്തിലാണ് അല്ലേ? ശരി, നരേന്ദ്രമോദി യുക്രൈനിലുമാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നാട്ടിലില്ല.